അപ്പോൾ ഇതേ മനുഷ്യന്മാരെ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും മുട്ടയൊക്കെ വെച്ച് നല്ല വെടിക്കൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ വെച്ച് ഒത്തിരി ഐറ്റം തോരനും മറ്റു ബാക്കിയുള്ള ഒത്തിരി ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് മുരിങ്ങയ്ക്ക വന്നത് ഇതേപോലെ ഉടച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തുള്ള ഈ കാണുന്ന ആ ഒരു മാംസമുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് പുറത്തെടുക്കണം. അപ്പോൾ പുറത്തെടുക്കാനായിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ എടുത്ത് നല്ലതുപോലെ ഒന്ന് അതിൽ നിന്ന് നമ്മൾ ഇളക്കിയെടുക്കുകയാണേ. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എല്ലാ വീടുകളിലും ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സംഗതി എല്ലാം നല്ല ഇളകി വരും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം മൂക്കാത്ത മുരിങ്ങയ്ക്ക് അതിനെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് കുറച്ച് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 6 മുട്ട എടുത്താലും ഒരു മുട്ട പണി കിട്ടി, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഞാനൊരു ജാറെടുത്തു, അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊരു വെറൈറ്റി തോരനായിട്ടാണ് കേട്ടോ, ഒരു വെറൈറ്റി ഇതിനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ജീരകമൊക്കെ എടുത്തു, അതിനുശേഷം കുറച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തു, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാമേ. അവൻ സാധാരണ തോരനെടുക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഐറ്റം തിരഞ്ഞെടുത്തു. ഇനി നമുക്ക് മുട്ട നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തോടൊക്കെ മാറ്റി ഇതേപോലെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്, പക്ഷേ എങ്കിൽ ഇതൊന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കാമേ. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ നല്ല ഒന്ന് ചൂടായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഞാൻ കണ്ടുപോകാം കേട്ടോ. ഞാനിനി പറഞ്ഞ് കൂടുതലായിട്ട് ഞാൻ ഓവറാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ട് അങ്ങ് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയുടെ എരിവിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. കുറച്ച് നമ്മൾ മുളക് പൊടി മാത്രം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ആ മുട്ടകളെല്ലാം കട്ട് ചെയ്ത് പകുതി വീതം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ ഒരു ലേശം വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിത് തീർച്ചയായിട്ടും ഇത് ഏകദേശമുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു അറിഞ്ഞിടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇത് സെറ്റാക്കുന്നത് കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയ്ക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഭയങ്കര രസമുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന മുട്ട കൂടെ നമുക്ക് ഇതിൻ്റെ പുറമേ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് പുറമേ ഒന്ന് സെറ്റാക്കി വെച്ച് പിന്നെ നമുക്ക് ഈ ചുറ്റുപാടുന്നൊക്കെ കുറച്ച്, അതായത് ആ സൈഡിൽ കിടക്കുന്ന ആ കുറച്ച് മസാല ഐറ്റംസ് എല്ലാം കൂടി ഇതിന് പുറമേ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റാക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വേവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സംഗതി റെഡിയാണ്. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുൻപൊരുക്കി വീഡിയോ ചെയ്തിട്ടുണ്ടോ, അത് കാടമുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാടമുട്ട വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കാടമുട്ട മുഴുവൻ കട്ട് ചെയ്യണമെന്നില്ലല്ലോ. കാടമുട്ട കട്ട് ചെയ്യേണ്ട, നമുക്ക് മുഴുവനോടെ എടുത്താലും കാടമുട്ട ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറയുക, രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അതിൻ്റെ പുറമെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുറച്ച് സമയം കേട്ടോ, കുറച്ച് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ അങ്ങനെ ഞാൻ അടച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്നു നോക്കുന്നു. ആ തുറക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മുട്ടയുടെയും ആ ഒരു നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ചങ്ങന്മാരെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരിക്കലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാടമുട്ടയായാലും കുഴപ്പമില്ല കേട്ടോ, അതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കുഞ്ഞു കുഞ്ഞു മുട്ടയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. അതുവരെ ബൈ.